കണ്ടോ, ഇവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട് ഈ വീട്ടിൽ. അപ്പം ഡേ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഡേ 3 വോക്ക്. എവിടെട്ടാ പോകുന്നത്? എന്താ ഇത്? നമ്മള് പേരറിയാത്തൊരു സ്ഥലത്തൂടാണ് യാത്ര. കുട്ടേപ്പാല ഇറങ്ങി നേരെ കാണുന്ന ഒരു വഴിയൊട്ടേയും കൂടെ ഇന്നത്തെ യാത്ര ഉണ്ടോ. ഇവിടെല്ലാം കാടായിട്ട് ശരിയാ. അവിടുത്തെ ഭയങ്കര ക്യാഷ് വീട്. നല്ല റോഡ് കയറുന്ന ഇങ്ങനത്തെ റോഡാ. അമ്മേ സത്യമായിട്ട് ഈ സ്ഥലം ആദ്യമായിട്ട് കാണുക കേട്ടോ. മൺട്രോ നമ്മള് ഒതളങ്ങത്തുരുത്ത് പോലെ പോയില്ല, അതുപോലൊക്കെയുള്ളൊരു സ്ഥലം. ഈ വഴി ഞാൻ ആദ്യമായിട്ടാ കണ്ടോ. പണ്ട് സീന് മുമ്പ് ഈ വഴി വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. എവിടെ പോവാ? ട്യൂഷന്. ഒരുപാട് സമയം കണ്ടോ. ഇത് വഴി പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷം കായകത്ത് കിടന്നിട്ട്. ഞാനും അച്ചാച്ചനും പോയിട്ടുണ്ട്. അതാ അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇനിയും കായംകുളത്ത് ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ലാത്തവര് ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങുക. നമുക്ക് ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ, എനിക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇങ്ങനൊരു വഴിയുണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഇതിന്റെ സൈഡൊക്കെ ഇല്ല, നമ്മളന്ന് ഒതളങ്ങത്തുരുത്ത് പോയില്ല, അതുപോലൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളാണ്. നല്ല ഭംഗിയല്ലേ. കണ്ടോ, ഇവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട് ഈ വീട്ടിൽ. ഇവിടൊക്കെ വെള്ളം ഇതാ വീട്, കുതിരയുള്ള വീട്. കണ്ടോ, നല്ല രസമല്ലേ. കുതിരാണ്. ഓ മൈ ഗോഡ്, അടുത്ത റിസ്ക്. വെള്ളം ഷൂ ആണ് ഇട്ടേക്കുന്നത്. ഇത് തോടാ കേട്ടോ. നമ്മൾ അവിടുത്തെ കായംകുളം കായലും
തോടും കരിപ്പുഴ തോടും ഒക്കെ ഒഴുകി വരുന്ന സ്ഥലമായിട്ട് കേട്ടോ. ഗോട്ട് ഇറ്റ്. ഇത് കണ്ടോ, ഇത് സ്കൂളാണ്. ഇത് SS സെന്റർ സ്കൂളാണ് കണ്ടോ. അപ്പൊ നമ്മളിതേ അങ്ങനെ അറിയാത്തൊരു വഴിയെ കൂടെ വന്ന് SS സെന്റർ സ്കൂളിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. യാഹൂ. ഈ വഴി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്ര നാളായിട്ട്. കണ്ടോ, നമുക്ക് ഇവിടെ വന്നാണ്ട് ഇവിടുന്ന് റോഡുണ്ട്. കണ്ടു ഗൈസ്, വാവ്. നമ്മളിപ്പം അങ്ങനെ ഇതാണ് കായംകുളത്തെ ഒരു ഫേമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് SS സെന്റർ സ്കൂൾ എന്ന് പറഞ്ഞു. കല്ലുമൂടിന്ന് അകത്തോട്ട് വരുന്ന വഴിയിലാണ് ഈ സ്കൂള്. കണ്ടോ. അപ്പൊ നമ്മൾ അവിടുന്ന് അറിയാത്ത വഴിയിലൂടെ വന്ന് നമ്മളിത് ഇവിടം വരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്തുവാ, ശ്രീനാരായണ സാംസ്കാരിക സമാധി. കണ്ടോ, വാവ്. അപ്പം അറിയാത്തൊരു വഴിയിൽ കൂടെ വരുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നത്തില്ല. കാരണം നമ്മൾ അറിയാത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയാണ്. അപ്പം നമ്മളിന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങി തന്നെ അറിയാത്തൊരു വഴിയിൽ കൂടെ വന്ന് പക്ഷെ അറിയുന്നൊരു സ്ഥലത്തെത്തി. അപ്പം ഇങ്ങനൊരു വഴിയുണ്ട് എന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നല്ല സ്ഥലം. അപ്പം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അറിയാത്ത സ്ഥലങ്ങളിൽ കൂടി കയറി എവിടെങ്കിലൊക്കെ എത്തുക. അത് നടന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് അറിയുന്നത്. അപ്പം ഇപ്പം എല്ലാവരും നടന്ന് വോക്ക് ചെയ്യുന്ന കാലം, നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന കാലമാണ്. പക്ഷെ ഞാൻ കുഞ്ഞുനാൾ മുതലേ എപ്പോഴും ഫുൾ ടൈം നടത്താണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും വർഷം കായംകുളത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം കണ്ടില്ല എന്ന് പറയുന്നത് അല്പം തന്നെയാണ്. അപ്പൊ നമ്മള് എവിടെ എത്തിയിരിക്കുകയാണ്? നമ്മൾ ഹൈവേ കയറിയിരിക്കുകയാണ്. കേട്ടോ, എന്താ ഇതാണ് ദൂരദർശൻ. കേട്ടോ, കായംകുളത്തെ ദൂരദർശൻ കണ്ടിട്ടില്ലാത്ത കാണുക.
നമ്മൾ അപ്പോൾ ഹൈവേ കയറിയിരിക്കുകയാണ്. ഇന്ന് 7 കിലോമീറ്ററോ? യെസ്. ഭയങ്കര തിരക്കാണ്. ഹൈവേ എത്തിയിരിക്കുകയാണ്. നമ്മളിനി ഈ വഴി പോവാൻ പോവാം. അപ്പൊ ഇന്നത്തേത് കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്ന് ഈ പുതിയ ഹൈവേ കയറിയിട്ട് പുതിയടം വഴി വരുന്നോണ്ടാണ് ആ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അപ്പൊ നമ്മുടെ വീട് എത്തി. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.